നമസ്കാരം. ഞാൻ ഒരിക്കൽ ഒരു തിരക്കേറിയ ഒരു പട്ടണത്തിൽ ഞാൻ ഇച്ചിരി സാധനങ്ങൾ മേടിക്കാൻ, എനിക്ക് കുറച്ച് തുണിത്തരങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാ കടയിലും ഭയങ്കര റഷാണ്. അങ്ങനെ ഞാനൊരു ലാസ്റ്റ് ഒരു കടയിൽ ചെന്നു. അവിടെ അത്രയും വലിയ തിരക്കുകളൊന്നുമില്ല. ഞാൻ തുണിയൊക്കെ മേടിച്ചു, കുറേ കാര്യങ്ങളൊക്കെ 2-3 ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ ഈ സെയിൽസ് ഗേളായിട്ട് ഒരാളേ ഉള്ളൂ, പിന്നെ ബില്ലടിക്കുന്നൊരു മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ അയാളെ ബില്ലടിക്കാൻ ഞാൻ ഇന്നത്തെ പോലെ വലിയ മെഷീനോ കാര്യങ്ങളൊന്നും ഇല്ല, കൈകൊണ്ട് എഴുതി കൂട്ടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പാക്ക് ചെയ്ത കൂട്ടത്തിൽ ഈ പുള്ളിക്കാരനോട് പറഞ്ഞു, ഞാൻ ഈ വിലയൊന്നും വിലയൊന്നും അല്ല ഇട്ടേക്കുന്നത് കേട്ടോ, അയാളോട് പറയാനൊന്നും പോകണ്ട, മോൻ ഇതും കൊണ്ടങ്ങ് പൊയ്ക്കോ. അപ്പം ഇതെല്ലാവരും പെട്ടെന്ന് എന്നോടങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. അപ്പോൾ ഉടനെ അയാൾ ചോദിച്ചു, എത്ര ഈ ബില്ല് എന്നിപ്പോൾ അവർ പറഞ്ഞു 600 ഒരു ഷർട്ട്, പിന്നെ 300 ഇന്ന സാധനം, 400 ഇന്ന സാധനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 600 ഷർട്ടെന്ന് പറയുമ്പം ശരിക്കും ഷർട്ടേൽ പ്രിൻ്റഡ് എഴുതിയിട്ടുണ്ട് 1000 രൂപയാണ്. ഈ 1000 രൂപയുടെ സാധനമാണ് ഇവർ 600 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 500 രൂപയുടെ സാധനമാണ് ഇവർ 300 എന്ന് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല സത്യം പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ അവർ പെട്ടെന്ന് തന്നെ അയാൾ ബില്ലടിച്ചു, കൂട്ടിയിട്ട് പറഞ്ഞു ഇത്ര രൂപ എന്ന് പറഞ്ഞു. ഞാനും പെട്ടെന്ന് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. ഞാൻ അതുകൊണ്ട് അങ്ങ് പോയി. ഞാൻ പോയ വഴിക്ക് ഞാൻ ചേട്ടാ, ഈ എന്നെ ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ഈ സ്ത്രീ എന്തിനാണ് എനിക്കിങ്ങനൊരു ഓഫർ തന്നത്? അല്ലെ, നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനെ കളിയാക്കുന്നൊരു സംഭവമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച്, ഞാൻ കുറ്റം പറയല്ല, നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യില്ല, ഈ മീൻ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ മീൻ കടക്കാരെ, ഞാൻ മീൻ വിൽക്കുന്ന ആൾക്കാരെ മോശപ്പെടുത്തി പറയുന്നതല്ല, ഒരു ബിസിനസ് തന്ത്രമായിരിക്കാം, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. അത് മീൻ കട ചെന്ന് കഴിയുമ്പോൾ ഒരിക്കൽ പോലും പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കും. നമ്മൾ ചോദിക്കും, ചേട്ടാ ഈ മീൻ എങ്ങോട്ട് പറയാം, സാറേ ആ മീൻ എടുക്കണ്ട, അത് കൊള്ളൂല എന്ന് പറയും.